ഒന്ന് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിൽ, അതും നമ്മുടെ തലസ്ഥാനത്തെ നഗരത്തിൽ, കേരളത്തിന്റെ തദ്ദേശഭരണം ഇന്ന് ലോകപ്രസിദ്ധമാണ്. അവിടെ ഈ വൃത്തികെട്ട നാടകം മുഴുവൻ നടക്കുന്നു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഇതിന്റെ കാരണം പരിശോധിക്കുമ്പോഴാണ് എത്ര തെറ്റായ രീതികളാണ് BJP അവലംബിക്കുന്നതെന്നുള്ള. എത്രയോ നാളത്തെ പാരമ്പര്യമുണ്ട് സത്യപ്രതിജ്ഞ എങ്ങനെ നടത്തണമെന്നുള്ളത്. ഇഷ്ടദേവന്മാരുടെ പേരിൽ സത്യപ്രതിജ്ഞ നടത്താം, ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ നടത്താം. എന്നുവെച്ചാൽ ഒരു പാർലമെന്ററി ഡെക്കറത്തെക്കുറിച്ച് ഒരു ചിന്ത പോലുമില്ല. അതിൽ തന്നെ ജയിച്ചൊരു സ്ഥാനാർത്ഥി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതി, ഇപ്പോൾ കാപ്പ പ്രതി. നേരത്തെയും ഉണ്ടായിട്ടുണ്ട് സംഭവം. കാപ്പ പ്രതിസ്ഥാനത്ത് ചേർത്തു, അപ്പീൽ ചെയ്ത് വിട്ടു. ഇപ്പോ ഹൈക്കോടതി തന്നെ അല്ല, അദ്ദേഹത്തിന് ജാമ്യമില്ല, അവിടെ ഹാജരാവണം, കീഴടങ്ങണം എന്ന് പറഞ്ഞ അവസ്ഥ വന്നിരിക്കാം. ഇതിൽ പരം അപമാനമുണ്ട് ഒരു ജനപ്രതിക്ക്. അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ ജനപ്രതിയായി നിർത്തും എന്നുള്ള വാശിയിലാണ് BJP. അപ്പോ ഇപ്പൊ എന്താ സ്ഥിതിവിശേഷം? അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയില്ല. ഇനി സത്യപ്രതിജ്ഞ ചെയ്യാത്ത ഒരാള് അവിടെ എങ്ങനെ അംഗമായി തുടരാം? എത്ര നാൾ തുടരാൻ പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം റദ്ദാവാൻ പോയി. BJP മാന്യമായിട്ട് ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് നടപടി സ്വീകരിക്കുക, കോർപ്പറേഷൻ തന്നെ മുന്നേ. അതല്ലേ ജനാധിപത്യപരമായ രീതി. എന്നാണ് അവർ തയ്യാറല്ല. അപ്പോൾ യാതൊരു സംശയമില്ല, ഈ BJP ഭരണം അവസാനിക്കണം. ഈ 19 കൗൺസിലർമാർ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 4 ആഴ്ച സമയം കൊടുത്തു. പക്ഷേ അന്നേ ദിവസം തന്നെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഇത് മറ്റ് കൗൺസിലർമാർ അറിഞ്ഞിട്ടില്ല. വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടിയാണ് അന്ന് ഈ സത്യപ്രതിജ്ഞ നടക്കുന്നത് തന്നെ. അതിൽ സുഗതന് എത്താനും കഴിഞ്ഞിട്ടില്ല. സുഗതൻ ജയിലിലാണ്. ഈ ഭരണത്തിന് ഗ്രേസ് ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡെക്കറം നമ്മുടെ ജനാധിപത്യ പ്രവർത്തനങ്ങളുടെ, തദ്ദേശഭരണ പ്രവർത്തനങ്ങളുടെ എല്ലാം. എന്തിനാ ഇങ്ങനെ ഒളിച്ചു ചെയ്യുന്നത്? നിയമപ്രകാരം സത്യപ്രതിജ്ഞ നടത്തുന്നതിനുള്ള അവകാശമില്ലേ? അപ്പൊ എല്ലാവരും അറിയിച്ച് ശരിയായ രീതിയിൽ സത്യപ്രതിജ്ഞ നടത്തിയാൽ പോരെ? അവിടുത്തെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായിട്ട് നടത്തേണ്ട കാര്യം എന്താ? അപ്പൊ അതാണ് ഈ പാർലമെന്ററി ഡെക്കറംസിനെയൊക്കെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് ഒന്നും സുഗതനെ തുടരാനായിട്ട് അവകാശമില്ല, ആളെ പുറത്താക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് ഇനി ഭൂരിപക്ഷമില്ലെങ്കിൽ അത് മേയർ ഇൻ കൗൺസിലിൽ തീരുമാനിക്കട്ടെ, അവിടുത്തെ നഗരസഭയിൽ തീരുമാനിക്കപ്പെടട്ടെ. 29 കൗൺസിലർമാർ LDFനുണ്ട്. UDFന് 20 പേരാണുള്ളത്. UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ്. പാർട്ടി എന്ന നിലയിൽ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LDFന് UDFുമായി ചേർന്ന് ഒരു ഭരണപരിപാടിക്കും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ അർത്ഥം BJPയെ താങ്ങി നിർത്തുന്നൊന്നും അല്ലട്ടാ. BJPയെ ഒരു ദിവസം പുറത്താക്കണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കാമെന്ന്. ഭരണത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അതിന് പരിഹാരങ്ങൾക്ക് നിയമത്തിൽ തന്നെ വ്യവസ്ഥകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യട്ടെ. LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് SP ദീപക് ഇതിനോടകം തന്നെ ഈ സുഗതൻ മുൻപ് കൌൺസിലിൽ പങ്കെടുത്ത രേഖകൾ ചോദിച്ചിട്ടുണ്ട്, ഹാജർ അടക്കം. ഈ മുൻപ് 2 കൌൺസിലുകളിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ LDFും UDFും ഉന്നയിക്കുന്നത്. അതിൽ ഇതുവരെയും ഈ രേഖ ഈ മേയർ അടക്കമുള്ളവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു കൌൺസിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ സ്വാഭാവികമായിട്ടും അയോഗ്യനാക്കപ്പെടും. കഴിഞ്ഞ 2 കൌൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ, അടുത്ത കൌൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ അംഗമല്ല. ദുരന്ത വ്യക്തത, സംശയം എന്താണ്? അതോടുകൂടി BJPക്ക് പിന്നെ ഈ ഭരണത്തിൽ തുടരുന്നതിനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്കപ്പം ആലോചിക്കാം എങ്ങനെയെന്നുള്ളത്.
ഈ സ്വാഭാവികമായിട്ടും UDF ഒപ്പം നിൽക്കുന്നില്ല. ഈ ഒരു ഭരണ പ്രതിസന്ധി ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള കോർപ്പറേഷന്റെ മുന്നോട്ടുള്ള നീക്കം? ഈ കോർപ്പറേഷന്റെ ഭരണം ആകെ സ്തംഭനത്തിലാണെന്ന്. ഒന്ന്, ഈ ഭരണപരിചയമുള്ള ആരും അതിനുള്ളിലില്ല. ഉദ്യോഗസ്ഥരെയും ബാക്കിയുള്ളവരെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, പ്രതിപക്ഷത്തെയും വിശ്വാസത്തിലെടുക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കേരളത്തില് തദ്ദേശ ഭരണ സ്ഥാപനത്തിനുള്ളിൽ പിന്നെ ഭരണകക്ഷി പ്രതിപക്ഷം എന്നുള്ളതില്ല. നിയമം അംഗീകരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള വകുപ്പൊന്നും കേരളത്തിലെ നിയമത്തിലില്ല. എല്ലാവർക്കും ആനുപാതികമായിട്ട് വിവിധ സമിതികളിൽ അംഗത്വവും അല്ല ചെയർമാനും മറ്റുമാകാനുള്ള സാധ്യതകളും എല്ലാം തുറന്നു വെക്കുന്ന ഒരു നിയമമാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമന്വയത്തിന്റെ അടിസ്ഥാനത്തിൽ പകർച്ചവ്യാധികൾ വരുന്നു. എങ്ങനെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താം, ചർച്ച ചെയ്ത് കൊണ്ടുപോകണം. ഒത്തിരി ആളുകളുണ്ടെന്ന്. ഞാൻ ഈ നഗരസഭയിലൊന്നും അംഗമായിട്ടില്ല. പക്ഷേ MLA ആയിരിക്കുന്ന ഞാൻ ആലപ്പുഴ MLA. ഇവിടുത്തെ ഓരോ വീട്ടിലും കയറിയിട്ടുണ്ട് കേട്ടോ. പല വാർഡുകളിലും മുഴുവൻ വീടുകളിലും കയറിയിട്ടുണ്ട് നഗരശുചിത്വ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ, കിച്ചൺ ബിന്നുകൾ വിൽക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ സഹകരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, പ്രതിപക്ഷവും BJP അല്ലാത്തവർ. അവരുടെയൊക്കെ സഹകരണം തേടി ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു ഏർപ്പാടല്ല, വെല്ലുവിളിച്ച് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ള ഭാവത്തിൽ ഒരു ഭരണത്തിലേക്കാണ് പോയത്. ഇവർ ഭരണത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും, ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നഗരസഭ നേരിട്ടുകൊണ്ടിരുന്ന ആ തെരുവുനായ പ്രശ്നം, മറ്റൊന്ന് കുടിവെള്ള പ്രതിസന്ധി. ഇത് രണ്ടും പരിഹരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് മാലിന്യം. ഇപ്പോൾ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ രണ്ടാമത് തൊട്ടു പിന്നിൽ നിൽക്കുന്ന ജില്ല കൂടിയാണ് തിരുവനന്തപുരം. ഇന്ന് തന്നെ പനി കേസുകൾ 3 മരണം സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത്. ഇതിലൊന്നും തന്നെ പരിഹാരം കാണാൻ ഈ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നതും. അത് പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോഴെല്ലാം പറഞ്ഞത്, ഒരവസരം തന്നാൽ ഈ തിരുവനന്തപുരത്തേക്ക് അങ്ങ് മാറ്റിക്കളയും എന്നുള്ളത്. എന്തുകൊണ്ടാണാവോ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള നേമത്ത് പോലും ഒരു വിജയം ഉണ്ടായിട്ടും ഇവിടെ വന്ന ശേഷം നഗരത്തിന് വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായില്ല. മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നേ, അതൊന്നും ഉണ്ടായില്ല. അപ്പം അത് നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, കേരളത്തിലെ നഗരസഭയ്ക്കൊരു കോർപ്പറേഷന് ചെറിയ പണമല്ല ഉള്ളത്, ചെറിയ അധികാരമല്ല ഉള്ളത്. അപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നന്നായി നടന്നു വന്ന കാര്യങ്ങൾ പോലും തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവം. അത് പരിപൂർണ സ്തംഭനത്തിലേക്ക് നഗരസഭ എത്തിയിരിക്കുകയാണ്. അതിന് ഇനി BJPക്ക് അതിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനുള്ള ഭൂരിപക്ഷവും ഇല്ല. അതുകൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തില്ല. സ്വരം ഇപ്പോഴേ മോശമാണ്, ഇനി മോശമാവുന്നതിന് മുമ്പ് അവിടെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത് നല്ലത്. സുഹൃത്തിനെ പുറത്താക്കുന്നത് വരെ LDF സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. യാതൊരു സംശയമില്ല. ശക്തമായ സമരം. അത് കേരള സർക്കാർ എടുക്കേണ്ട നടപടി തദ്ദേശ ഭരണ വകുപ്പ് എടുക്കണം. ക്രിമിനൽ തന്നു കഴിഞ്ഞാൽ. 2, ഇനിയിപ്പോ ഒരു തവണ കൂടി കൌൺസിൽ വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. ആളെ നീക്കം ചെയ്യാൻ കേരള സർക്കാർ തയ്യാറെടുക്കണം. അപ്പം അതുമായി മുദ്രാവാക്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ സമരം നടക്കുന്നത്. ആ സമരത്തിന്റെ ലക്ഷ്യം മാറ്റലും മാത്രമല്ല, ഈ പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരു സന്ദർഭവും കൂടിയാണ്. ആ സമരം ആ ഒരു പ്രചരണവും കൂടിയാണ്. അത് നന്നായിട്ട് ഫലവത്താവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.